നമ്മൾ സൂക്ഷ്മദർശിനി സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ലുലു PVR. എൻ്റെ കാസ്റ്റങ്കറും ഉണ്ടായി. കോമഡി പടമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കാണാൻ പോയ ഞാനിതിപ്പോൾ എന്താ കണ്ടിട്ട് വന്നിരിക്കുന്നത്. MC ജിതിൻ, ഭാവന സ്റ്റുഡിയോസ് ആൻഡ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയ ആളടുത്ത് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ലിബിൻ TP, അതുൽ രാമചന്ദ്രൻ. എന്താണോ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്? ദൃശ്യവും കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം എൻ്റെ കിളി പറത്തിയ സിനിമ. ഒരു കോമഡി മൂവി ആയിരിക്കും എന്ന് വിചാരിച്ച് കാണാൻ പോയ എനിക്ക് വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ചൊരു പടം. ബേസിലും നസ്രി എല്ലാവരും, ദീപക് പാറമ്പോല് എല്ലാവരും വേറെ റേഞ്ച്. കിടിലൻ സ്ക്രിപ്റ്റ്, കിളി പറത്തി. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണണമെന്ന് പോലുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് വേഗം ബുക്ക് ചെയ്തോ. കാരണം നിങ്ങൾക്ക് ഈ ആഴ്ച ഈ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി ലെവലിൽ ഈ പടം വൈറലാവും. ആ ലെവലിലായിരിക്കും ഈ പടം ഹിറ്റാകാൻ പോണത്. ഇത് ഷുവർ ഷോട്ട് 100 കോടിയാണ് മക്കളെ. 100 കോടി ഷുവർ ഷോട്ടാണ്. ഞാൻ പറയണു വേറെ റേഞ്ച് സിനിമ. കിഷ്കിന്ധാകാന്ഡം കഴിഞ്ഞിട്ട് ഞാൻ ഇമ്മാതിരി ലെവലിൽ കിളി മാറിയത് ഇപ്പോഴാണ്. ഒറിജിനൽ വർക്കാണെന്ന് തോന്നണത്. ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പൊന്നോ, എന്തൊരു ഫ്രഷ്നെസ്. MC ജിതിൻ നോൺസെൻസ് എന്നുള്ള റിനോഷിൻ്റെ ആ ഒരു സൈക്കിൾ ആക്ഷൻ ഫ്ലിക്ക്, ആ ഒരു പടം ക്ലിക്കാവാതെ പോയതിൻ്റെ ക്ഷീണം ഇതിലൂടെ മാറ്റിയിരിക്കുകയാണ്. മച്ചാനെ, യു ഡിസർവ് ഇറ്റ്. എൻ്റെ പൊന്നോ, എന്താണോ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. വാട്ട് എ ബ്രില്യൻറ്റ് ഡയറക്ഷൻ. ഇഫ് യുവർ ഫസ്റ്റ് മൂവീസ് നെയിം വാസ് നോൺസെൻസ്, ദിസ് ഈസ് ബ്രില്യൻസ്. ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നമ്മൾ ഒരു പ്രതീക്ഷയില്ലാതെ പ്രത്യേകിച്ച് ഒന്നും കാണാതെ പോയി ചില സിനിമ കണ്ടിട്ട് അന്തം വിട്ടിട്ട് വരുന്ന സീനുണ്ട്. കിഷ്കിന്ധാകാന്ഡം എനിക്ക് ആ സീനായിരുന്നു. ആസിഫ് അലിയുടെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ പോയതാണ്. ട്രെയിലർ പോലും കാണാതെയാണ് ഞാൻ ആ സിനിമ കാണാൻ പോയത്. കിളി പറഞ്ഞിട്ടുണ്ടല്ലോ, തിയേറ്ററിൽ ഞാൻ ഒരു ഇരിപ്പായിരുന്നു. ഇങ്ങനെ ഫുൾ എൻ ക്രെഡിറ്റ്സ് ഒക്കെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് ഞാനും ഒരു 9, മൊത്തം എല്ലാം കൂടി ചേർന്ന് ഒരു 9 പേര്, ഒരു ഇരിപ്പ്. പിന്നെ റെസ്റ്റ് വാസ് ഹിസ്റ്ററി. ദൃശ്യം ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ഞാൻ ഇതൊരു മാമ്പഴക്കാലം ടൈപ്പ് പടമല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കണ എന്നെ ലാസ്റ്റ് 10 മിനിറ്റിൽ ജീത്തു ജോസഫ് ലാലേട്ടനും കൂടി അറഞ്ചം പുറഞ്ചും ചെകിളം തന്ന പടമാണ്. നിനക്ക് ഈ പടം ഒന്നും അല്ലല്ലേടാ, പട്ടയ ലാസ്റ്റ് 10 മിനിറ്റ് ഒരു ചെകളം ലാലേട്ട, ഒരു ചെകളം ജീത്തു ജോസഫ്. ആ അവസ്ഥയായിരുന്നു എനിക്ക് ദൃശ്യം 1. ആ ലാസ്റ്റ് 10 മിനിറ്റ്സ് 20 മിനിറ്റ്സും മതി ദൃശ്യം എന്ത് സാധനം എന്നുള്ള. കിഷ്കിന്ധാകാന്ഡം മുൾമുനയിൽ നിർത്തുന്ന പടം. ഇത് തുടക്കം തൊട്ട് അവസാനം വരെ മുൾമുനയിൽ നിർത്തുകയാണ്. അവസാനം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണ്ട. അവസാനം നമ്മൾ എന്ത് പ്രതീക്ഷയോ, ഞാൻ എന്ത് പ്രതീക്ഷയോ അതിൻ്റെ 10 ഇരട്ടി ഒരു സാധനമാണ് എനിക്ക് വന്നത്. ഞാൻ എൻ്റെ കിളിവാറിയിട്ട് ഞാനില്ല. മറ്റേ ഈ മനസ്സിനക്കരയിൽ ഷീല ചേച്ചി പറയില്ലേ, നമ്മൾ ആർത്തി കൈ ഇടിച്ചു പോകുന്ന ആ ഒരു ലെവലിലാണ് ഞാൻ ഇരുന്ന് വെച്ചത്. എനിക്കങ്ങോട്ട് അത്ര എന്നെ ഇമ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, പ്രത്യേകിച്ച് സസ്പെൻസ് മൂവീസ്. കാരണം മിക്ക സസ്പെൻസും എനിക്ക് നേരത്തെ മനസ്സിലാവുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ മോനെ എന്നെപ്പോലും ഞെട്ടിച്ചളഞ്ഞു. ഈ പടത്തിൽ 2 വേറെ റേഞ്ച് ട്വിസ്റ്റ് ഉണ്ട്. ഒരു ട്വിസ്റ്റ് എനിക്ക് ആ ഒരു പർട്ടിക്കുലർ സാധനം വന്നപ്പോൾ ക്ലിക്കായി. പക്ഷേ ഇറ്റ് വാസ് ഇൻറ്റൻറ്റഡ്. അവിടെ മിക്ക ആൾക്കാരും ക്ലിക്കാവാൻ വേണ്ടി തന്നെയുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. ലാസ്റ്റ് ഒരു സാധനമുണ്ട്, എൻ്റെ ആളിയാ മാൻ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് ലിബിൻ TP ആൻഡ് അതുൽ രാമചന്ദ്രൻ. എൻ്റെ മക്കളെ മുത്തുകളാണ് നിങ്ങൾ, ഒരു രക്ഷയില്ല. കിടിലം സ്ക്രീൻ പ്ലേ, കിടിലം. ക്രിസ്റ്റോ സേവിയർ മ്യൂസിക് എലിവേറ്റ് ചെയ്ത് വേറെ ലെവലിലെത്തി. ലാസ്റ്റ് രോമാഞ്ചം വരെയായിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടിട്ട്. രോമാഞ്ചം, എൻ്റെ രോമം എഴുന്നേറ്റുന്ന്. അമ്മാതിരി കിടിലൻ മ്യൂസിക്. ക്രിസ്റ്റോനെ പിന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ഭ്രമയോഗത്തിൽ കണ്ടല്ലേ ക്രിസ്റ്റോ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നൊക്കെ. AV അനൂപ് ദ പ്രൊഡ്യൂസർ, നന്ദിയുണ്ട് സാറേ. ഇങ്ങനൊരു പടം നിങ്ങൾ ചെയ്യാൻ കാണിച്ച മനസ്സ് വേറെ റേഞ്ച്. ഓൾസോ പ്രൊഡ്യൂസ് ബൈ ഷൈജു ഖാലിദ്, സമീർ താഹിർ. എൻ്റെ മക്കളെ, ഓൾറെഡി ഇവരുടെ പേരുകൾ നല്ല നല്ല സംഭവങ്ങളിലേക്ക് കാണാറുള്ളൂ. ഭാവന സ്റ്റുഡിയോസ്, ആ ഒരൊറ്റ പേര് മതി. ആ ഒരൊറ്റ പേര് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ. മിനിമം ക്വാളിറ്റി പ്രതീക്ഷിക്കാം. ഇതിൽ ഞാൻ പറയും ഭാവന സ്റ്റുഡിയോസ് എടുത്തിട്ടുള്ള ദി ബെസ്റ്റ് മൂവിയാണിതെന്ന് ഞാൻ പറയും. അപ്പോഴും ഞാൻ ആലോചിക്കുന്നതാണ് നമ്മുടെ ഇതുണ്ട്, മഹേഷിൻ്റെ പ്രതികാരം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇൻ ടേംസ് ഓഫ് സസ്പെൻസ് ട്വിസ്റ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പറയുന്നത് ഇത് അതിൻ്റെ മുകളിൽ പോയടേ. എൻ്റെ മനസ്സിൽ അതിൻ്റെ മുകളിൽ പോയോ. അല്ലെങ്കിൽ
മുകളിൽ പോയി എന്ന് പറഞ്ഞ് ഞാൻ പറയുകയാണ്, എനിക്കങ്ങനെ മുകളിൽ പോയി. അമ്മാതിരി ലെവൽ പടമായിട്ട് എനിക്കിത് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഞാൻ പറയണത്, ബേസിൽ മാൻ എന്താണോ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്? നിങ്ങളെ കൂടെ എന്തും ചെയ്യാൻ പറ്റുമോ? സ്ക്രിപ്റ്റ് എഴുതും, ഡയറക്റ്റ് ചെയ്യും, അഭിനയിക്കും. ഇതെന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? വേറെ റേഞ്ച് സാധനം, വേറെ റേഞ്ച്. കുറച്ച് കാസ്റ്റ് മെമ്പേഴ്സിനെ പറ്റി എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ അത് സസ്പെൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു സ്പോയിലർ ആവുമെന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്കറിയാം അത് നിങ്ങൾ ആരാണെന്നുള്ളത്. എൻ്റെ മുഖത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ വന്നിരിക്കുന്ന വേറെ മറ്റ് കഥാപാത്രങ്ങൾ എന്ത് ലെവലിൽ ചെയ്തേക്കണത്. സിദ്ധാർത്ഥ് ഭരതൻ, എൻ്റെ ചേട്ടാ, ഞാൻ നിങ്ങളോട് വേല കണ്ടപ്പോഴേ പറഞ്ഞിരുന്നത് നിങ്ങളുടെ വേല വേറെ റേഞ്ചാണെന്ന്. ഇതിനകത്ത് നിങ്ങൾ അഭിനയിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയും 2-3 പേരുടെ പേര് പറയണമെന്നുണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പറ്റില്ലടേ. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രസവും പോകും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്ത് നേരെ പോയി ഞങ്ങൾ കണ്ടു. വേറെ ഒരു തേങ്ങ എനിക്ക് വേറെ പറയാനില്ല. കാരണം അത്ര എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു സിനിമ. അതായത് ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ വെറുതെ ഒരു കോമഡി പടം കാണാമെന്ന വൈബിൽ പോയിട്ട് എനിക്ക് കിട്ടിയത് ഒരു ദൃശ്യം ലെവൽ, ഒരു കിഷ്കിന്ധാകാന്ഡം ലെവൽ സാധനമാണ്. ഈ കൊല്ലം തന്നെയാണ് കിഷ്കിന്ധാകാന്ഡം ഇറങ്ങിയത്. അതിൻ്റെ ഒരു തരിപ്പ് മാറാതെ നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ അടുത്ത സാധനമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ മലയാള സിനിമ ഇസ് ലൈക്ക് ഗോയിങ് പ്ലേസസ് മാൻ. എൻ്റെ മോനെ എന്ത് സ്ക്രിപ്റ്റാണ് ചെയ്തു വെച്ചിരുന്നത്. കിഡിലൻ ഡയറക്ഷൻ, കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ ഡയറക്ഷൻ. നസ്രിയ, വോട്ട് എ കംബാക്ക് യാർ, വോട്ട് എ കംബാക്ക്. എനിക്ക് ട്രാൻസിൽ നസ്രിയനെ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. നാനിയായിട്ടുള്ള മൂവി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നന്നായി എന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ വൈഫ് അത് കണ്ടിട്ട് തീരെ അഭിപ്രായം പറയാഞ്ഞൊരു സിനിമയാണ്. അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്ന പടമാണ്. ഐ എം സോ ഗ്ലാഡ് ഐ വാച്ച് ദിസ് മൂവി. അതാണ് എനിക്ക് പറയാനുള്ളത്. നസ്രിയ ബ്രില്യൻ്റ് ആയിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റിലൊക്കെ എൻ്റെ അളിയാ എനിക്കിങ്ങനെ തരിച്ച് വരുന്നുണ്ട്. പക്ഷേ നിങ്ങളത് പോയി തിയേറ്ററിൽ എൻജോയ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എന്താണ് പറയാൻ വരുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ ഐ നോ ഐ എം എൻഡിങ് ഔട്ട്. പക്ഷേ ഞാൻ പറയട്ടെ, എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞാൻ അടക്കി പിടിക്കണല്ലോ. കാരണം ഇത് എത്ര പ്രതീക്ഷിച്ച് പോയാലും നിങ്ങൾക്ക് ഇതിനുള്ള സാധനം തരും. അത് അമ്മാതിരി സാധനം ഇതിനകത്തിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് പ്രതീക്ഷ പോയാലും, എത്ര പ്രതീക്ഷയുടെ അമിത ഭാരം എടുത്ത് തോളി വെച്ച് പോയാലും ഇവർ ആ തോളിൻ്റെ മുകളിൽ കയറിയെന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു സാധനം തരും. അത്രയും കിടലായിട്ടാണ് ഈ പടം ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ത്രില്ലേഴ്സ് ഐ ഹവ് സീൻ ഇൻ മലയാളം. ടോപ്പ് 10 ത്രില്ലേഴ്സിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഇടം നേടിയിരിക്കും. ലൈക്ക് കിഷ്കിന്ധാകാന്ഡം ടോപ്പ് 10 ഷുവറാണ്. അത്രയും ഗംഭീരമായിട്ട് ഈ പടം എടുത്ത് വെച്ചിട്ടുണ്ട്. എവ്രിതിങ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ആരാടാ ചെയ്തത്? പണ്ടാരോ, അത് ആരാണ്? ശരൺ വേലായുധൻ. ഐ ഡോണ്ട് നോ ഹിസ് വർക്ക്സ്. എൻ്റെ ആളെ ചില ട്രാൻസിഷനൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയിൽ നമുക്കൊരു സീനുണ്ടല്ലോ, മറ്റേ ഈ കതിനെ വന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും മറ്റേ ഡേ മാറി നൈറ്റ് മാറി ഡേ ആവില്ല. അതുപോലെ ഇതിനകത്ത് അങ്ങനത്തെ സാധനമല്ലെങ്കിലും വേറെ ടൈപ്പ് ട്രാൻസിഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഇതിങ്ങനെ ട്രാൻസിഷൻ ചെയ്ത് വേറെ ഒരു മച്ചിലേക്കൊക്കെ പോകും. ഓട് മച്ചിലേക്കൊക്കെ. എന്തൊരു കിടിലായിരുന്നു അറിയുമോ അതിൻ്റെ ഫ്ലോ. നമ്മൾ ഈ എഡിറ്റേഴ്സിന് അറിയാൻ പറ്റും, ഒരു ഫ്ലോ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒരു സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണ്ടൻറ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഫ്ലോ വാസ് ഇൻ ദിസ് മൂവി. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു കുന്ന് പറയാനുണ്ട്. പക്ഷേ ഞാൻ ഈ കൂടുതൽ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ പറഞ്ഞു പോയാലോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. മതി നിങ്ങൾ പോവുക. ഈ സിനിമ നിങ്ങൾ കണ്ടു നോക്കുക. വേറെ റേഞ്ച് പടമാണത്. വേറെ റേഞ്ച്. ദൃശ്യം, കിഷ്കിന്ധാകാന്ഡം, ദൃശ്യം 2, ഈ പടം ടോപ്പ് 10 ഫോർ ഷുവർ. വൺ ഓഫ് ദ ബെസ്റ്റ്. കിളി പാറാൻ റെഡിയായിക്കോ മക്കളെ, കിളി പാറാൻ റെഡിയായിക്കോ. ഇത്ര എനിക്ക് പറയാനുള്ളത്. പോയി കാണുക. കിണ്ണം കാച്ചി പടം, കിടിലം പടം. അപ്പോൾ ഓൾറെഡി പടം കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയുക. ഈ വാൾപേപ്പർ വിടാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇതായിട്ട് ബന്ധമൊന്നുമില്ല സസ്പെൻസിന് കേട്ടോ. ഷട്ടർ ഐലൻഡ് കണ്ടല്ലെങ്കിൽ കണ്ടു നോക്കുക. കിളിക്കൂട് പറന്നിട്ട് തെക്കോട്ട് നോക്കിയിരിക്കും നമ്മൾ. അമ്മാരി കിടിലം പടം. മാർട്ടിൻ സ്കോർസെസി എന്നുള്ള എയ്സ് ഫിലിം ഡയറക്ടറിൻ്റെ, ലെജൻഡറി ഡയറക്ടറിൻ്റെ, ഒരു ലെജൻഡിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്തെടുത്തൊരു സിനിമ. കണ്ടല്ലെങ്കിൽ കണ്ടു നോക്കുക. ഷട്ടർ ഐലൻഡ് അമ്മാതിരി കിടിലം പടമാണ്. അപ്പോൾ ഇതുപോലത്തെ ഗംഭീര പടങ്ങൾ മലയാളത്തിൽ ഇനിയും വരട്ടെ. ഇനിയും ഇതുപോലുള്ള കിടിലം പടങ്ങൾ വരണം. ഇപ്പോഴത്തെ പിള്ളേർ എന്താ പണി മക്കളെ, എന്താ പണി. ഒരു രക്ഷയില്ല. വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ദേ ഡെലിവേർഡ് എ ഡയമണ്ട്. അതാണ് കോണ്ടൻറ്റ് നല്ലതാണെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ദ കോണ്ടൻറ്റ്, ദ മൂവി വിൽ സ്പീക്ക് ഫോർ യുവർ സെൽഫ്സ്. അത്ര എനിക്ക് പറയാനുള്ളൂ.
നിങ്ങൾ ഈ പടം കണ്ടു നോക്കും മക്കളെ, വെറുതെ കിടില സാധനം. ഇത്ര നാൾ കൊലക്കം പടം. ഞാനിത് എന്തായാലും സെക്കൻഡ് ടൈം കാണാൻ പോകുന്നുണ്ട്. എന്തായാലും ഞാൻ പോകും രണ്ടാമത് കാണാം. വനിതയിലോ PXL എവിടെയെങ്കിലും എന്തായാലും ഞാൻ ഈ സിനിമ രണ്ടാമത് കാണാൻ പോകും. തീർച്ചയായിട്ടും അനുപയും അമ്മയും ഈ പടം കണ്ടിരിക്കണം. അവർ മിസ് ചെയ്യരുത്. ആ ജാതി കിടിലം പടമാണ്. അതുകൊണ്ട് രണ്ടാമത് ഞാൻ കാണാൻ പോകും. ഉറപ്പായിട്ട് ഞാൻ എൻ്റെ ഫാമിലിയെ കൊണ്ട് രണ്ടാമത് കാണാൻ പോകും. ഇത്ര എനിക്ക് പറയാനുള്ളത്. ബൈ ബൈ.